സാറേ കുറഞ്ഞ മാരുതിയാണെങ്കിൽ നമ്മുടെ വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയർ പ്രമോദ് സാറിൻ്റെ വൈഫിനൊരു വണ്ടി വേണം കൈ തെളിയാനേ. അതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ നോക്ക്, അത് നീ നോക്കിയിട്ട് വിളിക്ക്, അത് നമുക്ക് കച്ചവടം നടത്താം. അമ്മ പുതിയ ടച്ച് ഫോൺ വാങ്ങി. ടച്ച് ഫോൺ വെച്ചാ എന്ത്? ടച്ച് സൂപ്പർ ഫോൺ. ഒരു മിനിറ്റ് ഇപ്പൊ നില്ല, ഞാൻ ഇപ്പൊ ഒരു കാര്യം നല്ല കളറല്ലേ? കിട്ടില്ല ഫോണിലാണ്. ചീത്ത കളറുണ്ടാവും. ഇതങ്ങനെ കരക്കാർക്ക് കൊടുക്കേണ്ട ഫോണൊന്നല്ല. രാഗി ആന്റി വന്നതാ. അത് ഈ രാഗി ആന്റി ആരോ വന്നപ്പോ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഗിഫ്റ്റ് കൊടുത്തതാണ്. അമ്മരി പൊട്ട ഫോൺ കണ്ടിട്ട് രാഗി ആന്റി കൊടുത്തു അമ്മക്ക്. പക്ഷെ കിടില്ല ഫോൺ ഡാഡി. വാ കാണിച്ചു തരാം. കിട്ടില്ല ഫോൺ, ഇപ്പൊ പുതിയതാ, അവിടുത്തെ പുതിയതാ. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇതാണ് ക്യാമറ. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇച്ചിരി അറിവും വിവരവും വിദ്യാഭ്യാസവും കൂടെ വേണം. ലോക്കൽ സാധനമാണല്ലോ, കവറിൽ എഴുത്ത് കുത്തൊന്നുമില്ല, പൊട്ടി തെറിക്കും കേട്ടോ. ഇങ്ങനെ ചുമ്മാ ഇട്ട് കുത്താൻ ഇത് വെറ്റിലേയും ചുണ്ണാമ്പൊന്നുമല്ല, നഖം അറിഞ്ഞു തീരും. അഭിപ്രായം ചോദിച്ചില്ലല്ലോ, പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഫിംഗർ പ്രിന്റ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. എന്തോ ഫിംഗർ പ്രിന്റ് കേട്ടിട്ടുണ്ടാവില്ല. ഭയങ്കര സംഭവം. വേണമെങ്കിൽ ഒന്ന് തൊട്ട് നോക്കിക്കോ, ഞാനൊന്നും പറയൊന്നുമില്ല. വേണ്ട പൊന്നെ, വേണ്ടെങ്കിൽ വേണ്ട. ഞങ്ങൾക്ക് ഇതൊക്കെ മതി. ഞങ്ങളുടെ ഇതില് ഹാപ്പിയാണ് ഞങ്ങള് കേട്ടോ. ഓ, ഒരു ഫോട്ടോ എടുത്ത്. കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടുമ്പോ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇതാണ് ഇപ്പൊ സംഭവിച്ചത്. ആ മാല കോർത്ത് ഞാൻ എന്റെ മേത്തിടും. ചായ കിട്ടുമോ? ചായ ഒന്നും കിട്ടൂല. എനിക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫോട്ടോ വേണോ? വാ, നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്ക് സ്വന്തമായിട്ട് ഫോണുള്ളപ്പോ നമ്മൾ ആരെ നോക്കാനാ? ഇതാ ക്ലോക്കാ മറ്റേത്. ഞാൻ പഠിച്ചു കഴിയുമ്പോ ശരിയാവും. കണ്ടോ? ആഹാ, എന്ത് രസല്ലേ തക്കളി. സൂപ്പർ ഫോട്ടോ ഒക്കെ നല്ല മിന്നിയിരിക്കുന്നു. മറ്റേ യൂട്യൂബൊക്കെ ഒന്ന് എടുത്ത മോനെ. എങ്ങനെ ഫോട്ടോ എടുത്താലും ഈ മുഖമല്ലേ അല്ല, മുഖം മാറ്റാവുന്ന അതുണ്ട് എന്റെ ഫോണില്. ഫോട്ടോ എടുക്കുകയാണെങ്കിലേ ഡാഡിയുടെ അലമാരയിൽ ഇങ്ങനെ ടോർച്ചും കൂടെ കത്തിച്ചു വെച്ചോ. ഈ ഫോണില് ഫ്ലാഷ് ഉണ്ട്. അയ്യോ, ഈ മുഖം ഒന്ന് കിട്ടണമെങ്കിൽ ആ ഫ്ലാഷ് പോരാ. ഉത്സവ പറമ്പ് വെക്കണം, മറ്റേ വലിയ ലൈറ്റ് തന്നെ വേണം. തങ്കം, തങ്കം. എന്തോ ചെറുതാക്കിയത് പിന്നെ മൈക്രോസിം മൈക്രോസിം വേണ്ട. ഇതെന്റെ സിമ്മാണോ? അയ്യോ, പാവം തോന്നുന്നു. വലിയ ഫോണിൽ ഇടാൻ പറ്റൂല. വലിയ സിം അല്ല, സോറി, വലിയ സിം ഇതിലിടാൻ പറ്റൂല. മകളെ, ഇതിന്റെ കൂടെ ഒരു പിന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ബോക്സിനകത്ത്. ഇതേ 3 മാസത്തേക്ക് നെറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ട്. 1 GB വെച്ച്, ഒരു ദിവസം 1 GB വെച്ച് എങ്ങനെയാണോ ഉപയോഗിക്കാം. പിന്നെ സിനിമ ഉണ്ട്, പിന്നെ വാട്സാപ്പ്, ഫേസ്ബുക്ക് ഇതെല്ലാം കിടക്കാല്. പിന്നെ ഫോൺ ഫേസ്ബുക്ക് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അവള് പഠിപ്പിച്ചു തരും. ഇതൊക്കെ ആശാത്തിയല്ലേ, ഞാൻ പഠിപ്പിച്ചു തരും. ഓ, കാണാനില്ല. അയ്യോ, അതെവിടെ മക്കളെ? പുതിയ ഫോണിന്റെ സാധനം കണ്ടില്ല പറഞ്ഞ ശരിക്കും നോക്ക് തക്കളി മോളെ. താഴെ പോയാണോ? അതുകൊണ്ട് പറ്റുമോ? ചിലപ്പോ ഇല്ലാതാവുകയാണെങ്കിൽ നോക്ക്. എവിടെ പോയത്? എവിടെ വെച്ച? എന്റെ കയ്യിൽ നിന്ന് താഴെ പോയെന്നൊന്നും കാണാനില്ലത്. കുഴപ്പമൊന്നും വരില്ല തോന്നുന്നു. ഇത് ശരിയായിട്ടാണ് യൂട്യൂബിൽ നോക്കി പഠിക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഒരു സാധനം ഫോണിൽ ഇതൊന്നും ഇല്ല കേട്ടോ. വേറെ സിം അത് പഴയ ഫോണല്ലേ. ഇതെല്ലാം അറിയാം അല്ലേ? ഇതൊക്കെ എന്താ എനിക്ക് മാത്രമേ അറിയാത്തുള്ളൂ. ഏത് നേരം അടുക്കള പണിയായിട്ട് നടന്നാ പോരാ. ഇനിയിപ്പോ എനിക്ക് വിളിക്കാൻ പറ്റുമോ? പിന്നെ ഇനി വിളിക്കാം, ഫോൺ ചെയ്യാം, നെറ്റ് എടുക്കാം, എല്ലാം ചെയ്യാം. ഈ സിനിമ കളഞ്ഞു ചേച്ചി, നമുക്ക് ഒരുമിച്ച് യൂട്യൂബ് നോക്കി കുക്കറി ക്ലാസ് പഠിക്കണേ. കുക്കിംഗ് ഒക്കെ എനിക്കും പഠിപ്പിച്ചു തരണേ. അപ്പൊ
തീറ്റയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്താ ഈ യൂട്യൂബ് നോക്കിയിൽ കുക്ക് ചെയ്യണത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നല്ല ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന ഇതെല്ലാം പഠിപ്പിച്ചോളൂ. എനിക്ക് ഒരു കാര്യമുണ്ട്. എനിക്ക് ഇത് എനിക്കൊരു ഫോട്ടോ എടുക്കണം നമ്മളെല്ലാരും കൂടി. ഞാൻ എടുക്കാം. സെൽഫി എടുക്ക്. ഇങ്ങോട്ട് വിടീരി. അമ്മ നേരത്തെ ക്യാമറ ക്ലോക്കി കുത്തി. എവിടെ ഇതല്ല ഇത്. എന്നെയും കൂടെ ഞാൻ വരാത്ത നമ്മൾ